ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് സത്യം എന്ന പല ഒരു 90% ജനങ്ങൾ തെറ്റിദ്ധാരണ. ലേറ്റസ്റ്റ് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു വധഭീഷണി വന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയ സന്ദർശനത്തിന്റെ വിഷയമല്ല, അതിലും ഒരു തീവ്രവാദ സംഘടന ഉണ്ടാവുമല്ലോ. അവരുടെ ആ ഘട്ടത്തിൽ കുറച്ച് ടീംസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്, മുസ്ലിം കോയാണ്. അയാൾ വെള്ളിയാഴ്ച എന്താ സ്പെഷ്യലി വെള്ളിയാഴ്ച തന്നെ തലർക്കും എന്ന് പറയാൻ കാരണം ആളെ പിടിച്ചു നോക്കുമ്പോ ആള് തിരൂര് പരപ്പനങ്ങാടിയിലെ ഒരു BJP ഭാരവാഹി. അതായത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്ന വിഭാഗം ആൾക്കാർ. മതപരമായ സ്ഥാപനമാണെങ്കിൽ ഒരു മതത്തിന്റെ വിഷയം അല്ലായിരുന്നു അത് സത്യത്തിൽ. എന്നിട്ടും അതിൻ്റെ ഇടയിൽ മതം കുത്തിത്തിരികയും ഇതിനെ ആളുകൾ ഇതാക്കിയത് നോർത്തിലേക്കൊക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ പയ്യന്റെ ID അയച്ചു കൊടുക്കുകയും ഈ വാർത്തയുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു സൈബർ അറ്റാക്ക്. നമസ്കാരം. സോഷ്യൽ മീഡിയയുടെ കടന്നവരോട് കൂടിയിട്ട് നമ്മളുടെ ജീവിത രീതി തന്നെ അല്ലെങ്കിൽ സാമൂഹിക രീതി പോലും വലിയ തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ എന്തിനും ഏതിനും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ ഇപ്പോൾ അതിവേഗം നിർമ്മിത ബുദ്ധിയെ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. എൻ്റെ പേര് ഷാക്കിർ, കുശലത്തിലാണുള്ളത്. കൂടെ ഉണ്ട് ഷൗക്കത്ത്. നമസ്കാരം. അതല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ ജനങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയാം? വളരെയധികം സ്വാധീനം. അതായത് എനിക്ക് തോന്നിയൊരു സംഭവം ആഫ്റ്റർ കൊറോണ, അതായത് കൊറോണക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയ അല്ല ഇന്റർനെറ്റിന്റെ അതിപ്രസരണം ഉണ്ടായത്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ മീഡിയകളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് സ്വന്തം ടാലന്റിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഇന്റർനെറ്റ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തുടങ്ങിയ ആൾക്കാരുണ്ട്. അതൊക്കെ വിജയിപ്പിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു തരം കൂടിയിട്ട് ഇതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് സത്യം എന്ന പല ഒരു 90% ജനങ്ങൾ തെറ്റിദ്ധാരണ. അല്ലെ? അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു വധഭീഷണി വന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയ സന്ദർശനത്തിന്റെ വിഷയമല്ലേ? അല്ല, അങ്ങനെ തന്നെ. പക്ഷെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വധഭീഷണി വരും എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസമായിരിക്കും എന്ന് പറഞ്ഞ് അയാളെ കാണുമ്പോൾ ഒരു മുസ്ലിം ടച്ചാണ്, അയാളുടെ സംസാരം ഒരു മലബാറി ടച്ചാണ്. അപ്പൊ ഈ എല്ലാത്തിലും ഒരു തീവ്രവാദ സംഘടന ഉണ്ടാവുമല്ലോ. അവരുടെ ആ ഘട്ടത്തിൽ കുറച്ച് ടീംസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്, മുസ്ലിം കോയാണ്. അയാൾ വെള്ളിയാഴ്ച എന്താ സ്പെഷ്യലി വെള്ളിയാഴ്ച തന്നെ തലർക്കും എന്ന് പറയാൻ കാരണം ഇപ്പൊ ആളെ പിടിക്കുകയും ചെയ്തു. ആളെ പിടിച്ചു നോക്കുമ്പോ ആള് തിരൂര് പരപ്പനങ്ങാടിയിലെ മിഥുൻ എന്നറിയപ്പെടുന്ന ഒരു BJP ഭാരവാഹിയാണ്. അല്ല, ഇതിപ്പോ നമ്മള് അയാളുടെ കാര്യം പറയുന്നത് പോലെ തന്നെ മൊത്തത്തില് ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്ന വിഭാഗം ആൾക്കാർ. മതപരമായിട്ടുണ്ട്. പക്ഷെ മതപരമാകുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ പേരുകൾ ചേഞ്ച് ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കലും. അപ്പോ ഇത് സാധാരണ കാണുന്ന ആൾക്കാരുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പ്രധാനമന്ത്രിയുടെ വിഷയം വന്ന് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാളെ നമ്മളുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, അതെ, നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അപ്പൊ അയാൾക്കൊരു പ്രധാനമന്ത്രിക്കെതിരെ ഒരു വധഭീഷണി വരുമ്പോ അത് എന്താണെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കാതെ അത് മുസ്ലിമാണ്, അത് കോയയാണ്, മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ആദ്യം തുടക്കത്തിൽ ഇയാളുടെ പേര് വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടുണ്ട്. വേറെയുള്ള ID വഴിയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. എന്തോ ഒരു ഈ ഹിന്ദുത്വ തീവ്രവാദ ബേസിൽ തന്നെയാണ് ID വന്നിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ വിഷയം മൊത്തം എല്ലാവരും കൂടിയിട്ട്, അത് കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ അത് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നേ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താ പറയുക, ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ഹെയ്റ്റ് സ്പ്രെഡിന്റെ സംഭവത്തിൽ നമുക്ക് ഒരു അനുഭവം, നമ്മുടെ ഒരു ഫ്രണ്ടിന് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അത് നമ്മളറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിന്റെ ബേസിൽ അവിടെ ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അത്. ആ സ്ഥാപനത്തിൽ ഉണ്ടായ ഒരു പ്രശ്നവും അതിനെ മതം കലർത്തിയിട്ട്, മതപരമായ സ്ഥാപനമാണെങ്കിൽ ഒരു മതത്തിന്റെ വിഷയം അല്ലായിരുന്നു അത് സത്യത്തിൽ. എന്നിട്ടും അതിൻ്റെ ഇടയിൽ മതം കുത്തിത്തിരികയും ഇതിനെ ആളുകൾ ഇതാക്കിയത് നോർത്തിലേക്കൊക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ പയ്യന്റെ ID അയച്ചു കൊടുക്കുകയും ഈ വാർത്തയുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു സൈബർ അറ്റാക്ക്. അതായത് ഇവനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകളാണ്. ഇവനെ ഇത്തരത്തിലുള്ള ആളാണെന്നോ, ഇവന് സത്യത്തിൽ പള്ളി പോലും പോകാത്തൊരു പയ്യനാണ്.
വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു സാധാരണ പയ്യൻ. പക്ഷെ ആൾക്കാർ അവന്റെ പേര് നോക്കിയിട്ട് ഇത് ഇവർക്ക് ഇങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതെ അതെ അതെ, ആ മുസ്ലിം നാമധാരി എന്ന് മാത്രമല്ല, ഇതിപ്പോ ഇപ്പഴും നടക്കുന്നുണ്ട് കേട്ടാ. ഇതേപോലെ തന്നെയുള്ള അറ്റാക്കുകള് കാര്യങ്ങളെല്ലാം. ഇപ്പം ഒരു ഹിന്ദു പേരുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, മുസ്ലിം പേരുള്ള ഒരാളാണെന്നതുപോലെ തന്നെ ഒരു ഹിന്ദു പേരുള്ള മുസ്ലിം ഒരു ഹിന്ദു ഫേക്ക് ഐഡി ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവനെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ച സമയത്താണ് നമ്മുടെ അവിടുത്തെ നമുക്കറിയാവുന്ന നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ രംഗത്ത് വരെയും ഈ ഐഡികൾക്കെതിരെ പരാതി കൊടുക്കുക ചെയ്തത്. അത് ഒരു വലിയ അനുഭവം സത്യം പറഞ്ഞാൽ. ഞാൻ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മോശമുണ്ട്. നമ്മളെ ബാധിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ബാധിക്കുന്ന സമയത്താണ് അത് മനസ്സിലാവുള്ളൂ. നമ്മള് കുറെ ആളുകൾ ഉണ്ടാവും, ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വേറെ ഏത് സോഷ്യൽ മീഡിയ ആപ്പ് ആണെങ്കിലും, ഇപ്പം ട്വിറ്റർ മാറി എക്സായി വന്നതിന് ശേഷം പോലും അതിലൊക്കെ പോയിട്ട് വെറുതെ ഒരു ആവശ്യമില്ല അത് കമന്റ് ചെയ്യാം. വെറുതെ കൂടുതൽ പ്രോബ്ലം കമന്റ് ബോക്സിലാണ്. ഒരു വിഷയം വരികയാണെങ്കിൽ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാല് കേരളത്തിൽ ഇത്രയും സാക്ഷരത ഉള്ള ഒരു കേരളത്തിൽ ഇന്നത്തെ ഒരു വിഷയം വന്നപ്പോ അതിന്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചേരി മാത്രമല്ല, ഏറ്റവും കൂടുതൽ അതിൽ വർഗീയത വന്നിട്ടുള്ളത്. വർഗീയത മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ സത്യാവസ്ഥ വെളിവായതിനു ശേഷം ആരുമില്ല. പിന്നെ അത് മാത്രല്ല, ഇത് ഈ വർഗീയത മാർക്കറ്റ് ചെയ്യുന്ന മീഡിയകളും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ചില മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, അവരുടെ എല്ലാം ന്യൂസ് കാർഡുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് പോലും അത് കൃത്യമായിട്ട് ഇന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ഓൺലൈനിൽ പകുതി മുക്കാലും ഈ രാഷ്ട്രീയമാണെങ്കിലും മതപരമാണെങ്കിലും ഉള്ള ടീംസുകളാണ് അധികം കൂടുതലാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മതപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഈ വർഗീയത ഉണ്ടാക്കി അവസാനം വരുമ്പോഴെന്താ പറയാ, ഈ പാർട്ടികളൊക്കെ തന്നെ എനിക്ക് അധികം ആ വർഗീയത പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അതത്രേ ഉള്ളൂ. ഈ ന്യൂസ് കാർഡുകളുടെ കാര്യത്തിലെ ന്യൂസ് കാർഡുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ന്യൂസ് ആരിലേക്കാണ് എത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇവർക്ക് ഓൾറെഡി ഉണ്ടാവും. ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇന്ന ആളുകളിലേക്കാണ് എത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ആ ആളുകളിലേക്ക് ഇത് കൃത്യമായിട്ട് അവർക്ക് ആ സാധനം വരുന്ന സമയത്ത് ന്യൂസ് കാണുമ്പോൾ ഒറ്റയടിക്ക് എവിടെയോ നടന്ന കാര്യം, നമ്മൾ അറിയേണ്ട വിഷയം പോലും അല്ല, അത് അവിടെ നടന്ന ചെറിയ എന്തെങ്കിലും വിഷയമായിരിക്കും, അവർ ഗ്രാമത്തിൽ നടന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പോഴും ഈ ഗോത്ര സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പോലും പല സ്ഥലങ്ങളും നിലവിലുണ്ട്, അവിടെ നടന്ന ചെറിയൊരു വിഷയമായിരിക്കും. അവിടെ എന്തെങ്കിലും അമ്പലത്തിലുണ്ടായ വിഷയമോ പള്ളിയിലുണ്ടായ വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതീയപരമായിട്ടുണ്ടായ വിഷയങ്ങളോ എല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ്, വേണ്ടാന്നല്ല. പക്ഷെ അത് ഇത്രമാത്രം വലിയ തരത്തിൽ കത്തിച്ച് അത് ആളുകളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന മീഡിയക്ക് അതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സോഷ്യൽ മീഡിയക്ക് നല്ല പങ്കുണ്ട്. സോഷ്യൽ മീഡിയ എന്നുള്ളതിലുപരിയായിട്ട് നമ്മുടെ ന്യൂസ് അതായത് മീഡിയ അജണ്ട വെച്ചിട്ട് സംസാരിക്കുന്ന ടീംസിൽ വേറെ ഉണ്ട്. അതുണ്ട്. അത് ഏറ്റവും കൂടുതൽ കത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കുന്നത്. ചെറിയ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു വിഷയമാണെങ്കിൽ അത് ആളി കത്തിക്കാൻ പറ്റുന്ന ടീംസുകളാണ് സോഷ്യൽ മീഡിയ ഉള്ളത്. അതുകൊണ്ട് വേറെ ഉപകാരം കൂടിയുണ്ട്. ഈ ആളി കത്തിക്കുന്നവർക്ക് നല്ല വരുമാനമാണ് അതിലൂടെ കൊണ്ടുപോകുന്നത്. അതാണ് കമന്റ് വരുന്ന കഴിഞ്ഞാലും റീച്ച് വരുമ്പോഴും അത് ഇവർക്ക് ആർക്കും മനസ്സിലാവണില്ല. ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. ഏറ്റവും കൂടുതൽ രണ്ട് സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ റീച്ചുള്ളത്. ഒന്ന് കോമാളിത്തരത്തിന്, ഒന്ന് ഈ വർഗീയത. അടിപൊളിയായിട്ട് ക്യാഷ് അവർ ഉണ്ടാക്കുകയും ചെയ്യും, വർഗീയത അതിന്റെ വഴിക്ക് നടക്കുകയും ചെയ്യും, ക്യാഷ് വരെ ബാങ്കിൽ അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ. അതൊക്കെ പക്ഷെ ഈ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരിക്കലും സോഷ്യൽ മീഡിയ മൊത്തം അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അതുണ്ട്, അത് വിഷയമാണ്. ഇത് നമുക്ക് ഇന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഏതെങ്കിലും വാർത്ത നമ്മൾ ഫേസ്ബുക്കിലോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്, അതാണെന്ന് വിശ്വസിക്കുന്ന കാലൊക്കെ മാറി. ഇപ്പൊ അത് സത്യമാണെന്നോ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഒന്നും ആരും കാണിക്കുന്നില്ല. അതല്ല 90s കിഡ്സിന് അമ്മാവന്മാരാക്കുന്ന ടീംസുകളാണ് നോർമലി. പക്ഷെ ഇപ്പോഴും എന്താ പറയാ, ഇപ്പൊ ഒരു ആദ്യം നമ്മളെ കൽപ്പിച്ചത് എന്താ സാറ്റലൈറ്റ് എന്താ പറയാ സൂര്യന്ന് ഒരു പ്രകാശം വരാണ്ട്, അതുകൊണ്ട് എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അത് ഈ വയസ്സായവരൊക്കെ വന്നിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെ വെച്ച് കൽപ്പിച്ചുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളെ കൽപ്പിച്ചെന്നാണ് ഇപ്പൊ ഈ സത്യാവസ്ഥ എന്താന്ന് പോലെ അറിയാതെ ഷെയർ ചെയ്ത് അതിൽ കമന്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ കൂടുതലും പിള്ളേരല്ലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിന്റെ അത് വേറെ കാര്യമാണ്. ഇപ്പൊ ഈ സ്നാപ്ചാറ്റിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരം നടക്കുന്നത് സ്നാപ്ചാറ്റിലാണ്. തെമ്മാടിത്തരം എന്ന് പറയുന്നത് വേറെ ഞാനല്ല, ഈ പ്രായപൂർത്തിയാവാത്തവര് ഏറ്റവും കൂടുതൽ കറങ്ങി നടക്കുന്നത്. അല്ല, ഞാൻ എക്സാമ്പിൾ പറയാം. സദാചാരാവുന്നല്ല ഒരിക്കലും. കാരണം വിഷയങ്ങൾ അനുഭവം, അതിന്റെ ഒരു ഫ്രണ്ട് ബേസിലെ അനുഭവം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ്.
സ്നാപ്ചാറ്റ്. കാരണം സ്നാപ്ചാറ്റിലൂടെ ഇപ്പൊ പ്രണയിക്കുന്നവരാണെങ്കിലും മറ്റുള്ളതാണ് സ്നാപ്ചാറ്റിലൂടെ നന്നായിട്ട് അത് പെട്ടെന്ന് പിടിക്കുന്നില്ല. സ്നാപ്ചാറ്റ് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന നമ്മളൊക്കെ കുറെ ആളുകൾ അങ്ങനെ ഉപയോഗിച്ചിരുന്ന. പക്ഷെ അതിൽ ചാറ്റിംഗ് ഇടുന്ന പകുതി മുക്കാൽ ആൾക്കാർക്ക് അറിയില്ല. ഈ ചെറിയ പിള്ളേർക്കൊക്കെ നന്നായിട്ട് കൈകാര്യം അല്ല, വീട്ടുകാർക്ക് അറിയില്ല. ഇപ്പോഴും നമ്മുടെ ഒന്നും വീട്ടില് സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പില് ചാറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷെ വേറൊരു കാര്യം, സ്നാപ്ചാറ്റിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് സദാചാരമല്ലട്ടാ, അല്ലാത്ത വിഷയത്തിൽ ഇതിന് അഡിക്റ്റ് ആയി കഴിയുന്ന ഒരു മനുഷ്യന് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മ ഏതൊരു സിനിമയിലെ എങ്ങാണ്ട് ഉണ്ടായില്ലേ, കള്ളൻ കക്കാൻ കയറുന്നത് സ്റ്റോറി നോക്കിയിട്ട് വരുന്നത്, എല്ലാം അറിയാൻ പറ്റും. നമുക്ക് പ്രൈവസി ഇല്ല ലൈഫിന്. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പ്രത്യേകിച്ച് സ്നാപ്ചാറ്റിന്റെ ഒരു സംഭവത്തിൽ അങ്ങനെയുള്ളത്. ഇപ്പൊ ഒരു എന്താ പറയാ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് അമ്മമാർ, ഇൻസ്റ്റാഗ്രാം മിഡിൽ ഏജ് അങ്ങനെ തരം തിരിച്ചിട്ടുള്ളത്. സ്നാപ്ചാറ്റ് പിന്നെ പിള്ളേരാ പൂക്കികളാണ്. അടുത്തൊരു വിഷയമാണ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട് സ്വർണം പണ്ടമാണ് ആ പെണ്ണിനെ വിശ്വസിപ്പിച്ചിട്ട് അങ്ങനത്തെ വിഷയം. ആ വിഷയത്തിൽ ഇതാണ് സ്നാപ്ചാറ്റ് എന്ന് പറയുമ്പോ ചാറ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ ഫുൾ ഡീറ്റെയിൽസ് അവർ പോലും അറിയണ്ട. സ്റ്റാറ്റസ് വെച്ചിട്ട് അവരെന്നെ കാണുന്നുണ്ട് എന്താ ചെയ്യണ, എന്താ പോകുന്നു. ജസ്റ്റ് സ്നാപ്ചാറ്റ് ചെയ്യുന്ന നമ്മുടെ ടീംസിൽ ഒരുപാട് ആൾക്കാരല്ലേ, അവരവസ്ഥ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും അവർക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. അവരെ വന്നിട്ട് മുതലാളി അത് ചെയ്യും എന്നിട്ട് അവര് പോകും. വരുന്നത് ഫോട്ടോ എടുക്കാരാ. സോഷ്യൽ മീഡിയ പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല, നമ്മള് നല്ല രീതിക്കാണെന്ന് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റാവും, അതെല്ലാം പറയുന്നത്. പക്ഷെ നമ്മ പറഞ്ഞില്ല, കൊറോണ കഴിഞ്ഞതിന് ശേഷം ഈ ഓൺലൈനിൽ വന്നിട്ടുള്ള മാറ്റം ഭയങ്കര മാറ്റം ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ ഈ സാക്ഷരത പോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരതയുടെ ഡാറ്റ നമ്മൾ കേരളം ഭയങ്കര മുന്നിലാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് പോലും ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വീട്ടമ്മമാരുണ്ട്. ഇങ്ങനെ ഈ അച്ചാറ് ബിസിനസ് ചെയ്യുന്ന കുടിൽ വ്യവസായം, പണ്ടത്തെ കുടിൽ വ്യവസായം ഇപ്പൊ ഓൺലൈൻ കുടിൽ വ്യവസായം, കുറെ സംഭവങ്ങളുണ്ട്. അതുപോലത്തെ ആൾക്കാർ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പോലെ തന്നെ ഇങ്ങനെയുണ്ട്. ഇപ്പൊ ഉപയോഗിക്കുമ്പോ നല്ല രീതിയിൽ ഉപയോഗിക്കാന്നുള്ളത് മാത്രമാണ്. അതന്നെയാണ് ഇതിന്റെ മെയിൻ. ആ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് മൊത്തത്തിലുള്ള വിഷയങ്ങൾ വരുന്നതും. ഈ ആളിക്കത്തണെങ്കിൽ അത് അവര് തീരുമാനിക്കും കത്തണോ വേണ്ടയോ. അതായത് ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത് എന്താണ്. അതായത് ഒരു വിഷയം ഉണ്ടാവുമ്പോ ആ വിഷയത്തിന്റെ മെറിറ്റോ അല്ലെങ്കിൽ അതിന്റെ ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് എത്തുന്നതിന്റെ മുന്നേ തന്നെ ഓൾറെഡി അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അജണ്ട ഇതാണ്. അതായത് നമ്മൾ ഇന്ന പക്ഷത്താണ്. ഇപ്പൊ അങ്ങനെ പക്ഷം ചേർന്ന് ആ പക്ഷത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഏത് പക്ഷത്താണോ അതാണ് സത്യം എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത്. കൂട്ടത്തിൽ ഒരാളെ നമ്മളോട് ചോദ്യം ചോദിച്ചു പറഞ്ഞോടാ, സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു മാസം നമ്മ പറഞ്ഞ നമുക്ക് കുഴപ്പമില്ല നമ്മളതിനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, അത് ഒഴിവാക്കുന്നത് എന്തിനാണെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്നത് എന്തിനാ? മാക്സിമം നല്ലത് ചെയ്യാം. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, അത്രേ ഉള്ളൂ.